അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ മറ്റേ സർപ്പം തുള്ളലുണ്ടല്ലോ, അപ്പോൾ അവൻ്റെ ഒരു കുടുംബത്തിൽ സർപ്പം തുള്ളൽ നടക്കുന്നുണ്ട്. സാധാരണ പുള്ളി ആ വഴിയൊന്നും പോലില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു എന്നാൽ ശരി നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ സർപ്പം തുള്ളൽ ആ ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ നല്ല അസല് പാട്ടാ. ചന്തത്തിലാടിവാ നല്ല ചന്തമോടാടിവാ, സുന്ദര ഗീതങ്ങൾ കേട്ടുകൊണ്ട് നിങ്ങൾ ചന്തത്തിലാടിവാ, ചന്തത്തിലാടിവാ നല്ല ചന്തമോടാടിവാ, സുന്ദര ഗീതങ്ങൾ കേട്ടുകൊണ്ട് നിങ്ങൾ ചന്തത്തിലാടിവാ. പാട്ടുപാടിക്കളിക്കാം നല്ലൊരട്ടമാടിക്കളിക്കാം, നല്ല കുരുത്തോല പന്തലിൽ വന്ന് നീ ചന്തത്തിലാടിവാ. അപ്പോൾ പാട്ട് പിന്നെ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. അവിടെ പാട്ട് ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത ഇത് ശിവക്ഷേത്രമാണ്. അപ്പോൾ ശിവക്ഷേത്രം എന്ന് പറയുമ്പോഴല്ലോ ശിവന് മക്കൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അയ്യപ്പനുണ്ട്, മുരുകനുണ്ട്, ഗണപതിയുണ്ട്, ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ ശിവനെ കാണാനായിട്ട് ആര് വരും? മക്കൾ വരും. അപ്പം ഈ എന്തോ ഭയങ്കര തർക്കം അവിടെ. അപ്പോൾ ഞങ്ങൾ എന്താ പ്രശ്നം എന്താ സമ്മതിക്കില്ല എന്നൊക്കെ ഭയങ്കര തർക്കം. അപ്പോൾ ഞങ്ങൾ ചെന്ന് എത്തി നോക്കി, ചേട്ടാ എന്താ പ്രശ്നം എന്താണെന്ന് വെച്ചപ്പോൾ 2 മുരുകൻ വന്നിരിക്കുക, 2 മക്കൾ. അപ്പോൾ കമ്മിറ്റിക്കാർക്ക് ആ കൺഫ്യൂഷനായി. ഇപ്പോൾ കമ്മിറ്റിക്കാർ പറഞ്ഞു ഇങ്ങനെ പോയ പരിപാടി നടക്കത്തില്ല, നമുക്ക് പതിവ് വഴിപാട് പോവാം, മുരുകൻ്റെ നാക്കിൽ ചൂടം തുറക്കാമെന്ന് പറഞ്ഞു. മറ്റേ മുരുകൻ പറയണേ പറ്റിച്ച ഞാൻ ഗണപതിയാണ്. ഞങ്ങളപ്പോൾ എന്താ പറയുക, ഞങ്ങളിങ്ങനെ ഇത് കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും സംഗതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തുള്ളൽപ്പറമ്പുകളിലേക്ക് ഉണ്ണിക്ക് മാത്രം പോകാൻ പറ്റില്ല. കാരണം ഉണ്ണി എന്നാണല്ലോ ഇവർ വിളിക്കുക. ഈ പോയവൻ്റെ പേര് ഉണ്ണി എന്നാണ്. അപ്പോൾ ഈ തുള്ളുന്നവൻ്റെ കുടുംബമാണല്ലോ. പറഞ്ഞാൽ പുള്ളി വെച്ചാൽ ഉണ്ണി എന്ന് ചോദിച്ചാൽ എന്താ മാമാന്ന് പുള്ളി ചോദിക്കുക, പരിഹസിക്കുകയാണോ ഉണ്ണിയെന്ന്. അപ്പോൾ അല്ല മാമ ഞാൻ ശരിക്കും വിളി കേട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഈ തുള്ളലിങ്ങനെ മൂത്ത് ഭയങ്കരമായി തുള്ളലിങ്ങനെ മൂത്തിരിക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ ഈ മറ്റെന്താ പറയുക, നമ്മുടെ ഗുരുനാഥൻ്റെ യക്ഷമയും കൂടെ ഗംഭീര തുള്ളലറിയില്ല. തുള്ളിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ വേറെ ലെവലാണ്, മാക്സിമം പെർഫോമൻസ് കാണിക്കണം. അപ്പം നമ്മുടെ യക്ഷമ നേരെ ഓടിപ്പോയി കുളത്തിലേക്ക് ഒറ്റച്ചാട്ടം. കുളത്തിലേക്ക് ചാടി കഴിഞ്ഞ് ഗുരുനാഥൻ ചാടാൻ നിൽക്കുമ്പോൾ ഇങ്ങനെ പെണ്ണുമ്പോൾ വലിച്ചു പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ. ഗുരുനാഥൻ ഇങ്ങനെ ചാടുന്നില്ല. അപ്പോൾ യക്ഷമ നെഞ്ചിനറെ കൊണ്ട് വന്നിട്ടുണ്ടേ ഗുരുനാഥ ചാടല്ലേ തെങ്ങുതറി ഉണ്ടെന്ന്. നമ്മുടെ അവിടെ വെളിച്ചപ്പാട് ഇങ്ങനെ തുള്ളുക അമ്പലത്തിൽ. അപ്പോൾ സാധാരണഗതിയിൽ അമ്പലത്തിലൊന്നും പോകാത്ത ഒരാളുണ്ട്, ഒരു പുള്ളിയുണ്ട്. പുള്ളി എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഈ ദീപാരാധന സമയത്ത് ഇങ്ങനെ തൊഴുത് നിൽക്കുമ്പോൾ പുള്ളി ക്യൂവിൽ ഈ ദീപസ്തംഭത്തിൻ്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത് പുള്ളി. അപ്പോൾ നട തുറക്കാൻ കുറേ താമസമുള്ള കാരണം ദീപസ്തംഭത്തിൽ നിന്ന് ബീഡി കത്തിച്ചെന്നും പറഞ്ഞൊരു ചെറിയ കേസിന് പുള്ളിനെ നാട്ടുകാരെല്ലാം കൂടെ പഞ്ഞിക്കിട്ടിട്ട് പുള്ളി അമ്പലത്തിൽ വരാണ്ടായി. ഈ അമ്പലത്തിൽ വരാതായിട്ട് കുറേ നാളുകൂടി ഉത്സവത്തിന് പുള്ളി വന്നു. അപ്പോൾ പുള്ളി ഒരു ഗുണ്ടയാണ്, അത്യാവശ്യം നാട്ടുകാരെ പേടിപ്പിക്കുക, മനസ്സിലൊരു ഗുണ്ടത്തരങ്ങളൊക്കെ ഉള്ള ഒരാളാണ് ഈ പുള്ളി. ഈ വെളിച്ചപ്പാടി ഇങ്ങനെ ഓടി നടന്ന് ഉറഞ്ഞു തുള്ളുമ്പം അതിനടുത്ത് മുണ്ടും മടക്കി കുത്തിയിട്ട് ഇങ്ങനെ നിൽക്കുക. അമ്പലത്തിൽ എല്ലാവരും മടക്കി കുത്തി അഴിച്ചല്ലേ നിൽക്കുള്ളൂ. മടക്കി കുത്തിയിട്ട് ഇങ്ങനെ കയ്യും കെട്ടി ഇങ്ങനെ ഈ വെളിച്ചപ്പാടിൻ്റെ പരിപാടികൾ ഇങ്ങനെ പുള്ളി കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. വെളിച്ചപ്പാട് ഈ വാളായിട്ട് വന്നപ്പം പുള്ളി ഓൾറെഡി ഗുണ്ടയായ കാരണം പുള്ളി ഒന്ന് തയ്യാറെടുത്തു. വാളൊക്കെ കണ്ടാൽ പുള്ളിക്ക് ഇടിയാണല്ലോ പുള്ളിയുടെ മെയിൻ പരിപാടി. പുള്ളി വതുക്കി ഒന്ന് നെഞ്ചൊക്കെ വിരിച്ചിട്ട് എന്ന് പറഞ്ഞാൽ പുള്ളി ഇങ്ങനൊരു അയാളെ വെട്ടാനാ വന്നെന്നുള്ള ആക്ഷനൊക്കെ എടുക്കുമ്പം വെളിച്ചപ്പാടാണ് കണ്ണടച്ച് നിന്ന് തുള്ളുക. കണ്ണടച്ച് തുള്ളിയിട്ട് ചേട്ടനാണ് ഗുണ്ട. പുള്ളി ഇവിടെ വന്ന് ഇങ്ങനെ തുള്ളിയിട്ട് ദേവിക്ക് ചില വഴിപാടൊക്കെ കൊടുക്കാറുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഇയാള് അമ്പലത്തിൽ വരുമ്പോൾ പുള്ളി ഞാനോ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പം ഒന്ന് ഗുണ്ടയായിട്ട് ഞാനോ എന്ന് ചോദിച്ചോണം കേട്ടോ. ചേട്ടൻ ഗുണ്ടയാ. പുള്ളി അവിടെ തൊഴുത് നിൽക്കുമ്പോൾ ഈ പുള്ളി ഓടി ദേവിക്ക് ചില വഴിപാടൊക്കെ കൊടുക്കാറുണ്ടല്ലോ ഞാനോ. എന്നാ ദേവിക്ക് തെറ്റിയതായിരിക്കും.